ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തിട്ടില്ല. ജീവിതത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളോടും ഒരു ചെറിയ വ്യത്യാസം പോലും ജീവിതത്തിൽ ഹൃദയത്തിൽ വരുത്താൻ, സ്ഥാനത്തിനോട്, മാനത്തിനോട്, അധികാരത്തിനോട്, പണത്തിനോട് ഒരു പ്രേമവും കൊടുക്കാൻ മനസ്സുപോയി. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കാണിച്ചെന്താ? എന്തൊക്കെ ചെയ്യാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരു ചെറിയ മാറ്റം വന്നപ്പോ അത് മാറ്റം വന്നതല്ല, മുതലാളിമാർക്ക് കുറച്ച് ദീൻ പറഞ്ഞു കൊടുക്കട്ടെ, അവരിൽ ഒരാൾ വരുമ്പോ കുറെ ആള് വരുമല്ലോ അള്ളാഹെ മനസ്സിലാക്കാൻ എന്ന് കരുതിയിട്ടാണ് മക്കയിലെ പ്രമാണിമാരുടെ മുമ്പിൽ ഇരുന്നപ്പോ അന്ധനായ ഉമ്മു മക്തൂമിനെ ശ്രദ്ധിക്കാതിരുന്നതല്ല. സലാം പറഞ്ഞു. അവിടെ അന്ധനാണ്, പാവപ്പെട്ടവനാണ്, പണമൊന്നുമില്ല. പക്ഷെ പുന്നാര ഹബീബ് ഇരിക്കുന്നത് വലിയ സമ്പന്നരുടെ മുമ്പിലാ. ഈ പാവപ്പെട്ട അന്ധനായ മനുഷ്യനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എവർക്ക് വിഷമമായി എവരെഴുന്നേറ്റ് പോയാലോ എന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ ഉമ്മു മക്തൂമിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. അങ്ങനെ തോന്നിപ്പോകരുത്. അദ്ദേഹത്തിലേക്ക് നോക്കുമ്പോ, ഇപ്പൊ ഞാൻ വലിയൊരു കാര്യം പറഞ്ഞൊരു വലിയ മുതലാളിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കാൻ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വന്ന് നമ്മൾ ഫോൺ എടുക്കുമ്പോ അയാൾ പറയില്ല എന്തൊരു മര്യാദകേട് അയാൾ കാണിച്ചത്. ആ ഒരു തോന്നൽ ഈ മുതലാളിമാർക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശ്രദ്ധ ഒന്ന് മാറ്റി ഇങ്ങോട്ടായതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ശക്തമായ രീതിയിൽ ആ സംഭവത്തെ എതിർത്ത് സംസാരിച്ചു. ലോകത്ത് ഒരു കുഞ്ഞു കിളിയോട് പോലും ഇങ്ങനെ സ്നേഹം കാണിച്ച ഒരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു സഹാബി ഒരു ഇല ഇങ്ങനെ പറിച്ചെടുത്തതാണ്, ഒരു ഇല പറിച്ചെടുത്തതാണ് ചെടിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് നീ ഒരു അക്രമം ചെയ്ത അക്രമിയായി പോയി എന്നാണ്. ആവശ്യമില്ലാതെ ഒരു നുള്ളി ഇല നുള്ളിയെടുത്തപ്പോ അക്രമം ചെയ്തു എന്നാ പറഞ്ഞു. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരിയഴകുമാണ്, കെളിമ ചൊല്ലിയ അധരമെല്ലാം കരളിലെഴുതിയൊരു സുമമാണ്. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരിയഴകുമാണ്, കെളിമ ചൊല്ലിയ അധരമെല്ലാം കരളിലെഴുതിയൊരു സുമമാണ്. മധുരമാണ്, മധുരമാണ്, മധുരമാണ് മദീന, മനസ്സിലുണ്ട് മദീന. മധു നിറഞ്ഞ രാഗമായി അനുരാഗമാണ് മദീന, കനവിലെന്റെ മദീന, കനിവേകിടുന്നു മദീന. ലോകത്തങ്ങനെ ഒരു സ്നേഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ?